മെസ്സി കേരളത്തിലേക്കെന്നും പറഞ്ഞ് മുൻ മന്ത്രിയും റിപ്പോർട്ടർ ചാനലും ചേർന്ന് നടത്തിയ വൻ തട്ടിപ്പ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിനെയും സാധാരണക്കാരായ കായിക പ്രേമികളെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിച്ച് റിപ്പോർട്ടർ ചാനലിന് വേണ്ടി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് കായിക വകുപ്പ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ വെളിച്ചത്ത് വന്നത്. അർജന്റീന ടീം കേരളത്തിലേക്ക് വരാൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന തെറ്റായ വിവരങ്ങൾ നൽകിയാണ് ചാനൽ മാനേജ്മെന്റിന് 126 കോടി രൂപ വിദേശത്തേക്ക് കടത്താൻ സംസ്ഥാന സർക്കാർ വഴിവിട്ട ഒത്താശ ചെയ്തെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. കൃത്യമായ കരാറുകളോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെയാണ് ഇത്തരം വലിയ തുകയുടെ വിദേശ സാമ്പത്തിക ഇടപാടുകൾക്ക് വഴിയൊരുക്കിയത്. ഇതിനായി അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവന്ന റിപ്പോർട്ടിലുണ്ട്. ഗോട്ടാൻ ഗ്ലോബൽ എന്ന സംശയകരമായ കമ്പനികളുടെ മറവിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ നീക്കങ്ങളും വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതും കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൃത്യമായി അടിവരയിടുന്നുണ്ട്. സ്വകാര്യ ഫണ്ടുകൾ മാത്രമാണ് ഉപയോഗിച്ചതെന്നും കമ്പനിക്ക് സ്വകാര്യ നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്നുമുള്ള റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ന്യായീകരണങ്ങൾ പൊതുസമൂഹവും അന്വേഷണ ഏജൻസികളും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് മുഖ്യമന്ത്രി ഉത്തരവിട്ടാൽ അന്വേഷണം പോലീസിന്റെ പ്രത്യേക വിഭാഗമായ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറിയേക്കും. എന്തായാലും ആന്റോ അഗസ്റ്റിൻ കുരുക്കുമുറുകുമെന്ന് ഉറപ്പാണ്. ഈ വിഷയത്തിൽ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പല ആംഗിളുകളിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് അത്. കായിക വകുപ്പുമായി ബന്ധപ്പെട്ട മാത്രം ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോൺസർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഇതിൻ്റെ ഫണ്ട് കൈമാറ്റം നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. 10 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു കിറ്റ് കിട്ടുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പം കായിക ആസ്ഥാനത്ത് കിറ്റൊക്കെ കൂട്ടിയിട്ട് നശിപ്പിച്ചതായിട്ടുള്ള ഒരു വാർത്തയും ഇതിന് മുന്നേ വന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കായിക താരങ്ങൾക്കെല്ലാം കിറ്റ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ ഇവിടെ കോളേജ് ലീഗിൻ്റെ മത്സരങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. വോളിബോളിൻ്റെ മത്സരങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഒന്നാം സമ്മാനം 1 ലക്ഷം രൂപ ഉൾപ്പെടെ നൽകുന്ന ഒരു മത്സരങ്ങളാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്ന എല്ലാ ടീമുകൾക്കും കിറ്റ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 10ഓളം ക്ലബ്ബുകൾക്കും ഇതിൻ്റെ ഭാഗമായി കിറ്റുകൾ വിതരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ കോളേജ് ലീഗിൻ്റെ ഭാഗമായി ടീമുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ടീമുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 16 ടീമുകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോളേജ് ലീഗ് മത്സരങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഊർജ്ജസ്വലമായി നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ടീമുകളിൽ നിന്ന് ഏറ്റവും മികച്ച പ്ലെയേഴ്സിനെ നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിപ്പോൾ വോളിബോളിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റ് ഗെയിംസ് ഇനങ്ങളിലൊക്കെ തന്നെ നമ്മളതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചന നടത്തുന്നുണ്ട്. ഇപ്പോൾ കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ ഖേലോ ഇന്ത്യയുമായി സഹകരിച്ചിട്ടാണ് ഇന്നത്തെ മത്സരങ്ങൾക്കൂടെ തുടക്കം കുറിക്കുന്നത്. മെസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പം നിലവിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നുള്ള കാര്യമാണ് ഇപ്പം സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ പറ്റുന്നത്. എങ്ങനെയാണ് അതിൽ? അല്ല, അത് പല ആംഗിളുകളിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് അത്. കായിക വകുപ്പുമായി ബന്ധപ്പെട്ട മാത്രം ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പോൺസർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഇതിൻ്റെ ഫണ്ട് കൈമാറ്റം നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് കൈമാറി ഗവൺമെൻറ് അതിനകത്ത് സംബന്ധിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിക്കും. അതിനുവരെ വെയിറ്റ് ചെയ്യാം.